കഴിഞ്ഞ വർഷം നോമ്പ് ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ചെറിയ കുട്ടികളുണ്ട്. അപ്പൊ ഈ വർഷം അത് എടുക്കുന്നുണ്ട്. അപ്പൊ മുന്നത്തത് പിന്നീട് എടുത്ത് വെട്ടിയാൽ മതി. മാഷാ അല്ലാ, അള്ളാഹു ബാരിക്. മാഷാ അല്ലാ, തബാറക്കല്ലാ. ഇവിടെ ചെറിയ കുട്ടിയുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാൽ ഊട്ടുന്നത് കൊണ്ട് എന്നതാണ് ഇരിക്കും ഉദ്ദേശം അല്ലേ? കാരണം പാൽ ഊട്ടുന്ന ഉമ്മമാർക്കാണ്, മാതാക്കൾക്കാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പിൽ ഇളവുണ്ട് എന്ന കാര്യം അറിയിച്ചത്. ഇന്നല്ലാഹ വദഅനിൽ മുസാഫിരി ഷത്ര സലാ വഅനിൽ മുസാഫിരി വൽ ഹാമിലി വൽ മുർദിഅ അസ്സൗം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല യാത്രക്കാരന് 4 റകഅത്തുള്ള നിസ്കാരം 2 ചുരുക്കി നിസ്കരിക്കാൻ ഇളവ് നൽകി. യാത്രക്കാരനും ഗർഭിണികളായ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്ന മാതാക്കൾക്കും നോമ്പിൽ ഇളവ് നൽകിയെന്നാണ്. അവർക്ക് നോമ്പ് നിർബന്ധമല്ല. പിന്നെയോ മുസാഫിറും ഹാമിലും മുർദിയും അവർ പിന്നീട് നോറ്റ് വീട്ടിയാൽ മതി എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അവിടെ പിന്നെ ചെറിയ കുട്ടികൾ അവർ പാലൂട്ടപ്പെടുന്ന അവസ്ഥയിലാണ് എങ്കിൽ നോമ്പിൽ എന്തുണ്ട്, പിന്നെ ഉമ്മമാർക്ക് ഇളവുണ്ട്. അവർ നോമ്പ് പിന്നീട് നോറ്റ് വീട്ടുകയാണ് വേണ്ടത്. എപ്പോഴാണ് അവർക്ക് തരപ്പെടുന്നത് അപ്പോൾ പിന്നെ സാധാരണ പിന്നെ അടുത്ത വർഷത്തെ നോമ്പ് വരുന്നതിന് മുമ്പ് നോറ്റ് വീട്ടുക എന്നുള്ളതാണ് പൂർവികരുടെ പതിവ്. അതുകൊണ്ടാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, ഞാൻ നോമ്പ് ചിലത് വിട്ടുപോയത് വീട്ടാൻ സാധിച്ചിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളിലും വ്യാപൃതമായത് കാരണത്താൽ ഷാബാനിലാണ് നോമ്പ് വീട്ടാൻ സാധിച്ചിരുന്നത് എന്നൊക്കെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് മനസ്സിലാക്കാം, പിന്നീട് റമദാൻ വരുന്നതിന് മുമ്പ് ഇത് നോറ്റ് വീട്ടുക എന്നുള്ളതായിരുന്നു പൂർവികരുടെ പതിവ്. എന്നാൽ ചില കേസുകളിൽ പിന്നെ ഇപ്പോൾ ഇതുപോലെ ഗർഭധാരണവും പാലൂട്ടലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ചിലപ്പോൾ റമദാനിന് മുമ്പ് കഴിഞ്ഞോളണം എന്നില്ല. നമ്മുടെ സഹോദരിയുടെ ഈ ചോദ്യത്തിൽ വന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നമുക്കൊക്കെ ആഫിയത്ത് തരുമാറാവട്ടെ. പിന്നെ അപ്പോൾ അവർ ഈ റമദാൻ കഴിഞ്ഞിട്ട് പിന്നെയാണ് നോറ്റ് വീട്ടുക. എത്ര നോമ്പാണ് നഷ്ടമായത് അത്ര നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി. എത്ര നോമ്പാണ് നഷ്ടമായത് അത്ര നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്രക്കാരനെ കുറിച്ച് പറഞ്ഞില്ല, വമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖറ എന്നാണ്. എത്ര നോമ്പാണോ രോഗിയായിട്ട് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ എത്ര രോഗിയാണോ യാത്രക്കാരനായിരിക്കാൻ നഷ്ടപ്പെട്ടത്, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, തത്തുല്യമായ എണ്ണം നോറ്റ് വീട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. ഇവിടെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസാഫിറിനെ, യാത്രക്കാരനെ, അതേപോലെ തന്നെ ഹാമിൽ ഗർഭിണിയെ, മുർദിയ പാലൂട്ടുന്ന ഉമ്മമാരെ ചേർത്താണ് പറഞ്ഞത്. അവർക്ക് നോമ്പിൽ ഇളവ് നൽകി എന്നുള്ളത്. യാത്രക്കാരന് എത്ര നോമ്പാണ് നഷ്ടമായത് അത്ര നോറ്റ് വീട്ടിയാൽ മതിയെങ്കിൽ അതേ ഗണത്തിൽ തന്നെയാണ് പാലൂട്ടുന്ന ഉമ്മമാരും അതേപോലെ തന്നെ പിന്നെ ഗർഭിണികളായ സ്ത്രീകളും. എത്ര നോമ്പാണ് അവർക്ക് നഷ്ടമായത് അത്ര നോമ്പ് അവർ നോറ്റ് വീട്ടിയാൽ മതി. അത് എന്ന് ആണോ നോറ്റ് വീട്ടാൻ അവർക്ക് അവസരം അന്ന്. അള്ളാഹ്ക്കുള്ള കടാണ്. എപ്പോഴും ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വ്യഗ്രത കാണിക്കണം. എത്ര പെട്ടെന്ന് അവസരം കിട്ടുന്നു അപ്പോൾ നമ്മളത് നോറ്റ് വീട്ടണം എന്നുള്ളതിൽ ഇഷ്കാലമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇപ്പം ഈ വർഷം പറ്റിയില്ല, അടുത്ത വർഷമാണ് വീട്ടുന്നത് എങ്കിൽ എത്ര നോമ്പാണോ നഷ്ടമായത് ആ നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി. ചില ഫുഖഹാക്കൾ പിന്നെ ഇതിനെ വിശദീകരിച്ചപ്പോൾ പിന്നെ നോറ്റ് വീട്ടുകയും പിന്നെ ഭക്ഷണം നൽകുകയും ചെയ്യണം, അത് പിന്നെ അങ്ങനെയൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ചില പ്രാമാണികരായ പണ്ഡിതന്മാർ, ഇമാം ബുഖാരിയെ പോലുള്ളതായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതുപോലെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാധ്യതയാക്കാത്തത് അടിയാറുകളുടെ മേൽ അടിയാറുകൾ ബാധ്യതയാക്കുക എന്നുള്ളത് പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര നോമ്പാണ് നഷ്ടമായത് അത്ര നോമ്പ് നോറ്റ് വീട്ടുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നോമ്പ് നോറ്റ് വീട്ടാൻ നമ്മൾ പരിശ്രമിക്കണം. ഇനി ഒരാൾക്ക് ഇതുപോലത്തെ കേസുകളിൽ പിന്നീടാണ് 1 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞൊക്കെയാണ് നോറ്റ് വീട്ടാൻ കഴിയുന്നത് എങ്കിൽ എത്ര നഷ്ടമായോ അത്ര നോറ്റ് വീട്ടിയാൽ മതി എന്നുള്ളതാണ് പിന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു തആല അഅലം. സഹോദരിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.